ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഔദാര്യമെന്നോണം സ്വർഗത്തിൽ 8 വിഭാഗം ആളുകൾക്ക് റബ്ബ് ഭവനം കൊടുക്കുന്നുണ്ട്, വീട് കൊടുക്കുന്നുണ്ട്. വീട് എന്നതിൽ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾക്കപ്പുറമാണ് സ്വർഗസങ്കല്പത്തിലെ ഭവനങ്ങൾ. ആ വലിയ അനുഗ്രഹങ്ങൾ ആർക്കൊക്കെയാണ് റബ്ബ് കൊടുക്കുന്നത് എന്നതിലേക്ക് ഒരു ചർച്ച വരും മുമ്പ് സ്വർഗത്തെക്കുറിച്ചുള്ള ചില മുഖവുരകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 8ഓളം ആളുകൾക്ക് എന്ന് നമ്മൾ പറഞ്ഞത് ആകെ ഈ 8ഓളം ആളുകൾ എന്നല്ല, നമ്മുടെ ഈ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തിയ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള 8 വിഭാഗത്തെയാണ് നമ്മുടെ ഈ പരിമിതമായ സമയത്തെ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനപ്പുറവും ഉണ്ടാവാം. എന്തായാലും നമുക്ക് ആ 8എങ്കിലും പരിചയപ്പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യം സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു മുഖവുര നമുക്കാവാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അപാരമായ അനുഗ്രഹമാണ് സ്വർഗം. സ്വർഗം മതമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. എല്ലാവർക്കും സ്വർഗത്തെക്കുറിച്ച് ഒരു സങ്കല്പമുണ്ട്. എല്ലാ മതത്തിലുമുണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം. എന്നാലും സ്വർഗത്തെക്കുറിച്ചുള്ള പൊതുവായ സങ്കല്പം അത് സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും മാത്രം ഒരു ഇടമാണ് എന്നതാണ്. സുഖവും സന്തോഷവുമല്ലാത്ത മറ്റൊന്നും അവിടെ ഇല്ല എന്നതാണ് സ്വർഗത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണ. സ്വർഗത്തെ ആരൊക്കെ സങ്കല്പിക്കുന്നുവോ അവർ മുഴുവനും അതിന്റെ എതിർധ്രുവത്തിൽ നരകത്തെയും സങ്കല്പിക്കുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും വേദനകളും പ്രയാസങ്ങളും ഇവയെല്ലാം കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു ലോകമാണ് നരകമെന്ന് സ്വർഗത്തെ സങ്കല്പിക്കുന്ന എല്ലാവരും അതും അംഗീകരിക്കുന്നുണ്ട്. എന്തായാലും മനുഷ്യ സങ്കല്പത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വലിയ ചർച്ചയാണ് സ്വർഗം എന്നുള്ളത്. പലരും അതിനെ പല നിലക്ക് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവതരണങ്ങൾ പൂർണ്ണമാകുന്നില്ല. മനുഷ്യൻ എത്ര ചിന്തിച്ചാലും അവന് അള്ളാഹു കൊടുത്തിരിക്കുന്ന മനോമുഖരത്തിനൊരു പരിധിയുണ്ട് സ്വർഗത്തെ കൊണ്ടുവരുന്നത്. സ്വർഗത്തെക്കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത് പോലും വളരെ ഹ്രസ്വമായ വാക്കുകളിൽ മാത്രമാണ്. അള്ളാഹു തന്നെ അത് വിശാലമായി ചർച്ച ചെയ്യുന്നില്ല. ചില ഭാഗങ്ങളിൽ സ്വർഗത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മെ കൊതിപ്പിച്ചങ്ങ് കൊണ്ടുപോകും. അത്രത്തോളം സ്വർഗസങ്കല്പങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞിരിക്കുന്നത് പരിമിതമായ വാക്കുകളിലാണ്. കാരണം സ്വർഗം പറഞ്ഞ് അറിയിക്കലല്ല, അത് അനുഭവിച്ച് ആസ്വദിക്കലാണ്. അള്ളാഹുവിനല്ലാതെ സ്വർഗത്തെ പൂർണ്ണമായും പരിചയപ്പെടുത്താൻ കഴിയില്ല. ലോകത്ത് പലരും പല സങ്കല്പങ്ങളിലും സ്വർഗത്തെക്കുറിച്ച് എഴുതുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പെണ്ണില്ലാത്ത ലോകമാണ് സ്വർഗമെന്ന് പറഞ്ഞ വിഡ്ഢികൾ പോലുമുണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഒഴിവാക്കിയാൽ സ്വർഗതുല്യമാണ് ഭൂമി എന്ന് പറഞ്ഞ പല വിഡ്ഢികളുമുണ്ട്. അവർക്കൊക്കെ സാഹിത്യ ലോകത്ത് വലിയ അംഗീകാരങ്ങളും മനുഷ്യർ കൊടുത്തിട്ടുണ്ട്. പെണ്ണ് ആണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ വിഭവം, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം സ്ത്രീയാണെന്ന് പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോ സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ മനുഷ്യർ വ്യത്യസ്തമായ കോണുകളിലേക്ക് പോകുമ്പോൾ അപൂർണത എല്ലായിടങ്ങളിലും നമുക്ക് ബോധ്യമാവാം. സൃഷ്ടാവായ തമ്പുരാൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകൾ യഥേഷ്ടം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്തായാലും ചർച്ചയിലേക്ക് കടന്നു വരാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആദ്യം അത് പറയാം. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. സയ്യിദുനാ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് നിവേദനം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു പറഞ്ഞതായിട്ട് സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു പറഞ്ഞു അത്രേ, അഅദദതു ലിഇബാദിയസ് സ്വാലിഹീൻ, എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്കായി ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത്? റബ്ബ് തന്നെ പറയാ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് ഒരു ഉദ്ധരണി പറയുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെ കണ്ണിനും ഇന്നവരെ കാണാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ, ആരാലും പറഞ്ഞിട്ടായാൽ പോലും ഒരു കാതിലും ഇന്നവരെ കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ, ഒരു മനോമുഖരത്തിലും തെളിഞ്ഞു വരാത്ത ചിത്രങ്ങൾ, അങ്ങനെ മനുഷ്യന്റെ ഭാവനക്കപ്പുറം, അക്ഷരങ്ങളിൽ ഒതുങ്ങാത്ത വാക്കുകൾക്ക് വഴങ്ങാത്ത ഭാവനക്കപ്പുറത്തുള്ള ഒരു ലോകമാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ.
ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് സജദയുടെ 17-ാമത്തെ ആയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് പാരായണം ചെയ്തു. സൂറത്ത് സജദയുടെ 17-ാമത്തെ ആയത്ത് എന്താ? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. അല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപനമാണ് സ്വർഗ്ഗത്തെക്കുറിച്ച്. ഒരു ശരീരത്തിനും അറിയൂല റബ്ബ് അവിടെ വെച്ചിരിക്കുന്ന കണ്ണിന്റെ കുളിർമയെക്കുറിച്ച്. കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കാണേണ്ട ലോകമാ സ്വർഗം. അത്ര ഭംഗിയാണ്, അത്ര ഭംഗിയാണ്. ഒരു കണ്ണിനും കണ്ടാൽ കണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സൗരഭ്യമേ സ്വർഗം. ഒരു ശരീരത്തിനും കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയും വലിയ ഒരു സങ്കല്പമാണ് സ്വർഗം. ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് റബ്ബ് കൊടുക്കുന്ന കൂലിയാണ് സ്വർഗം. അല്ലാഹു തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആർക്കും പറഞ്ഞാൽ അവതരിപ്പിച്ചാൽ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാത്തൊരു സങ്കല്പമാണ് സ്വർഗം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെ കടമെടുക്കേണ്ടി വന്നു ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ. ഒരു ചെറിയൊരു വാക്കാ സ്വർഗം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടു തീർക്കാനോ കാതുകൊണ്ട് കേട്ടു തീർക്കാനോ മനസ്സിൽ ചിത്രീകരിക്കാനോ കഴിയാത്ത ഒരു ലോകമെന്ന് പറഞ്ഞോടുത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയിന്റെ വാചാലതയിലേക്ക് ഖുർആൻ കടന്നു വരേണ്ട വന്നു. സൂറത്ത് സജദയുടെ ഈ 17-ാമത്തെ ആയത്ത് തന്നെ ഓതിയിട്ട് അള്ളാഹു അവിടെ വെച്ചിരിക്കുന്ന റബ്ബ് ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞ അവ്യക്തമാക്കി വെച്ചിരിക്കുന്ന ഈ സങ്കല്പ ലോകം, സങ്കല്പല്ല യഥാർത്ഥത്തിലുള്ള ലോകമാണ്. മനുഷ്യന് സങ്കല്പിക്കാവുന്നതിന്റെ പരിധിയും പരിമിതിയും കടന്നിട്ടുള്ള ഒരു വല്ലാത്ത സൗന്ദര്യമേ സ്വർഗം. അതേക്കുറിച്ച് പറയാൻ സൂറത്ത് സജദയുടെ 17-ാമത്തെ ആയത്ത് പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതേണ്ടി വന്നു. അതാണ് സ്വർഗം, അതാണ് സ്വർഗം. ഈ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞുകൊടുത്ത് ദുനിയാവിനൊന്ന് താരതമ്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് ചില യുക്തിവാദികൾ പറയാറുണ്ട് സ്വർഗമൊന്നുമില്ല, സ്വർഗമൊക്കെ ഭൂമി തന്നെയാന്നാ. ഭൂമി തന്നെ സ്വർഗത്തിന്റെ ഒരു ചെറിയ ഡ്യൂപ്ലിക്കേറ്റാ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നശ്വരം എന്നാ. ഭൂമിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഔറസനൽ അർള എന്നാണ്. സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഒരു ചെറിയ പകർപ്പ്, സ്വർഗത്തിന്റെ അനന്തരം. സ്വർഗത്തിൽ നിന്നും വന്ന മനുഷ്യൻ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ഭൂമിയിൽ അള്ളാഹു വെച്ച ഭൂമിയുടെ സൗന്ദര്യം സ്വർഗത്തിന്റെ ഒരു കോപ്പിയാണ്, സ്വർഗല്ല. പക്ഷെ അതൊരു ഡമ്മിയാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഈ ഭൂമിയെ കുറിച്ച് അവതരിപ്പിക്കുന്ന ചില പ്രയോഗങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മക്കളെ കുറിച്ച് മറ്റൊരാൾ കുറ്റം പറയുന്നത് നമ്മൾ കേട്ടാൽ സഹിക്കില്ല. പറയപ്പെടുന്ന കുറ്റം നമ്മുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വിഷമാവും, നമ്മൾ പ്രതികരിക്കും. അത് ഞാൻ നോക്കിക്കോളാം, എന്റെ കുട്ടിയുടെ കാര്യമില്ല, നീ പൊയ്ക്കോളാൻ പറയും അല്ലേ? വേണ്ട. നമ്മുടെ ഒരു വാഹനത്തെ കുറിച്ച് മറ്റൊരാൾ മോശം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നല്ല വണ്ടിയാ, അത് സാറില്ല, ഞാൻ സഹിച്ചോളാം അല്ലെ? അങ്ങനെ തിരിച്ച് പ്രതികരിക്കും നമ്മൾ. വേണ്ട. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു വീടിനെ കുറിച്ച് മറ്റൊരാൾ കുറ്റം പറഞ്ഞാൽ നമ്മൾ സഹിക്കില്ല. നമ്മൾ അയാൾക്കെതിരെ എന്തെങ്കിലും പറയും. വസ്തുത അയാൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും പറയും. അതായത് നിർമ്മാതാവ് ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിനെ കുറ്റം പറയില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ സഹോദരിമാര് സാമ്പാർ ഉണ്ടാക്കി, ഒരു ഉദാഹരണം, വീട്ടിൽ അവർ പാചകം ചെയ്ത ആ ഭക്ഷണത്തെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ ആ നിർമ്മാതാവായ സഹോദരി സഹിക്കില്ല. അത് പൊതുവെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റൈൽസിൽ ചെന്ന് നോക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് നോക്കി, സെയിൽസ്മാൻ പറയുന്നത് എന്താ? അയാളുടെ ഡ്യൂട്ടി അതാ, ഇത് നല്ല സാധനമാണ്, ഇത് നല്ല കമ്പനിയുടേതാണ്. ഒരു ചെരുപ്പ് വാങ്ങാൻ ചെന്ന് നോക്കി, ഇത് കുറെ നാൾ നിൽക്കും. അപ്പം വേറൊരു കമ്പനിയുടെ ചെരുപ്പെടുത്താലോ, അതിനെപ്പറ്റി അവൻ പറയും ഇത് വേറൊരു കമ്പനിയുടെ, ഇത് അതിലും നല്ലതാണ്. ഒന്ന് മോശമാണെന്ന് അവൻ പറയില്ല. ഇത് എടുക്കണ്ട, ഇത് കൊള്ളൂല, നമ്മൾ അപ്പുറത്തെ കടയിൽ പോയി വേറെ മേടിച്ചു, അങ്ങനെ പറയൂ. സത്യം അതായിരിക്കും എന്നാലും പറയും ഇല്ല. നിർമ്മാതാവ് ഒരിക്കലും, ഉടമസ്ഥൻ ഒരിക്കലും തന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറ്റം പറയില്ല. അങ്ങനെ ഒരു നിർമ്മാതാവ് പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രൊഡക്റ്റ് മോശമാണെന്ന്.
അത് ഒറിജിനൽ അല്ല എന്ന് ഉൽപ്പന്നത്തെ കുറിച്ച് നിർമ്മാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സൂറത്ത് ആല ഇംറാൻ. എല്ലാ ശരീരങ്ങളും മരിക്കും, മരണത്തെ രുചിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഓരോരുത്തരുടെയും പ്രതിഫലത്തെ അല്ലാഹു പൂർത്തീകരിച്ചു നൽകും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലത്തെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന. അല്ലാഹു പറയാ, നരകത്തിൽ നിന്നും വ്യതിചലിച്ച സ്വർഗത്തിലേക്ക് ആർക്കെങ്കിലും പ്രവേശനം ലഭിച്ചാൽ അല്ലാഹു അതിൽ നമ്മെ ചേർക്കട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നരകത്തിൽ നിന്നും മോചനം, സ്വർഗത്തിന്റെ പ്രവേശനം ആർക്കെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയൂ. കിട്ടിയാൽ മാത്രം അവൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. സ്വർഗം കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗം കിട്ടണം. ഇനി നോക്കിക്കോ, അല്ലാഹു നിർമ്മിച്ച, അവൻ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടിയെ കുറിച്ച് അവൻ കുറ്റം പറയാൻ പോകുന്നു. കുറ്റമല്ല, യാഥാർത്ഥ്യം അങ്ങനെയാണ്. ഇനി പറയുന്ന വാക്ക് കേട്ടോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. മനുഷ്യ, നീ സങ്കൽപ്പിക്കുന്ന സുഖലോലുപത ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നുവെങ്കിൽ അതല്ലടാ സ്വർഗജീവിതം. അല്ലാഹു പറയുന്നു, ഈ ദുനിയാവുണ്ടല്ലോ വഞ്ചനയുടെ സുഖങ്ങളാണ്. വഞ്ചനയുടെ സുഖമാണ്. ഇത് ഒറിജിനൽ അല്ല. ഇത് യഥാർത്ഥ സുഖമല്ല ദുനിയാവിൻ്റെത്. ഇത് വഞ്ചനയുടെ സുഖമാണ്. യഥാർത്ഥ ഇത് കുറച്ചാളെ ഉണ്ടാവുള്ളൂ. മതാഉൽ ഗുറൂറാണ്. മതാഅൻ ഇലാ ഹീൻ എന്നാണ് പറഞ്ഞത്. കുറഞ്ഞ നാളത്തേക്കുള്ള ഒരു സുഖം മാത്ര ഭൂമിയിലെ സുഖം. ഇത് വഞ്ചനയുടെ ലോകമാണെന്ന് ഇതിന്റെ നിർമ്മാതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്റെ പ്രൊഡക്റ്റിനെ പറ്റി മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ നല്ലത് ഏതാണെന്ന് നിർമ്മാതാവ് വേറെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നല്ലത് ഏതെന്ന് പറഞ്ഞു, അതാണ് സ്വർഗം. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. കണ്ടോ, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു നമുക്ക് തരട്ടെ. ഈ ഭൂമിയെക്കാളും എത്രയോ നല്ലതാണ് ആഖിറം. ഈ ദുനിയാവിനേക്കാളും എത്രയോ നല്ലതാണ് ആഖിറം എന്ന് മാത്രമല്ല, വഅബ്ഖാ, എന്നും അത് ശേഷിച്ചിരിക്കുന്നതാണ്. ദുനിയാവട്ടെ മതാഅൻ ഇലാഹീനാണ്. കുറച്ചു നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ കാണുന്നുണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ. അവിചാരിതമായ നേരത്താണ് ചിലരുടെ മരണങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്താണ്. ഈ ഉള്ളവൻ ഇന്നലെ ഒരു മരണത്തിന് സാക്ഷിയാണ്. അല്ലാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ. ആ സഹോദരന്റെ മകളുടെ പ്രസവത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ആ സഹോദരൻ ആ ഒരു ചിന്തയിൽ കിടന്നുറങ്ങുന്നു. നേരം പുലർന്നപ്പോൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം മരണപ്പെടുകയാണ് ഉറക്കത്തിൽ. അദ്ദേഹത്തിന്റെ മകളുടെ പ്രസവം നടക്കുന്നത് അദ്ദേഹത്തിന്റെ മറവ് ചെയ്യുന്നതിന്റെ മുന്നെയാണ്. ആലോചിക്കണം, പെട്ടെന്നുള്ള മരണങ്ങൾ. ആ കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ചു വീണപ്പോ ആ കുഞ്ഞിന്റെ ഉമ്മയുടെ വാപ്പയെ മറവ് ചെയ്തിട്ടില്ല, മരിച്ചിരിക്കുക. ഒരു ജനനം തുടങ്ങിയപ്പോൾ ഒരു മരണം. അള്ളാഹു ആ കുഞ്ഞിനെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. ആ മരണപ്പെട്ട സഹോദരൻ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആലോചിച്ച് നോക്കണം. നൈമഷികമായ ജീവിതമാണ്. എപ്പോ വേണമെങ്കിലും അവസാനിക്കാം. എപ്പോ വേണമെങ്കിലും. കറണ്ട് അങ്ങോട്ട് പോണ പോലെയല്ലേ മനുഷ്യന്റെ ജീവൻ പോണേ. കറണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ പോക്ക. ഒരു ലൈറ്റ് തെളിഞ്ഞെടുക്കുന്നിടത്ത് കറണ്ട് പോയി എന്താ സംഭവിക്കുക? കറണ്ട് പോയി കഴിഞ്ഞാൽ അത് കെട്ടു. പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഇരുട്ട് കയറി വരും. അതുപോലെ ജീവിതം.
ഈ ദുനിയാവിന്റെ ജീവിതം വഞ്ചനയുടെ ലോകത്തെ ജീവിതമാണ്. എന്നും ശേഷിക്കുന്ന ജീവിതം മതാഅനിലാഹീനാണ്, അല്പമാണ് ദുനിയാവ്. എന്നും ശേഷിക്കുന്നത് ആഖിറമാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ. അല്ലാഹു നമുക്ക് വിജയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ളൊരു ലോകമാണ് ആഖിറം. സ്വർഗം, സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവേ എന്തൊരു സൗഭാഗ്യമാണ് അല്ലാഹു സ്വർഗത്തിൽ വെച്ചത്. രസകരമായ അവതരണമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചെന്ന്. സ്വർഗവാസിയുടെ മോഹങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗവാസിയുടെ മോഹങ്ങൾ എന്തും മോഹിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു സഹാബി വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടിയാണ്. സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ ഫിൽ ജന്നതി ഖൈലു ഫഇന്നഹാ തുഅജിബുനി യാ റസൂലല്ലാഹ്. നബിയേ, സ്വർഗത്തിൽ കുതിരയുണ്ടോ? എനിക്ക് കുതിരയെ വലിയ ഇഷ്ടമാ നബിയേ, സ്വർഗത്തിൽ കുതിരയുണ്ടോ? എനിക്ക് കുതിര വലിയ ഇഷ്ട. സ്വർഗത്തിൽ കുതിര ഉണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇൻ അഹ്ബബ്ത ദാലിക, നിനക്ക് കുതിരയെ ഇഷ്ടമാണ് എങ്കിൽ അതൈത ബിഫർസിൻ, നിനക്ക് കുതിര കിട്ടും മോനെ, മിൻ യാഖൂതത്തിൻ ഹംറാ, ചുവന്ന മാണിക്യത്തിന്റെ കുതിരയാണ് സ്വർഗത്തിൽ നിനക്ക് കിട്ടാ. ഇവിടത്തെ കുതിരയെ പോലെ കിതച്ചോടുകയല്ല ചെയ്യുന്നത്. സ്വർഗത്തിലൂടെ നീ ഇഷ്ടപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും ആ കുതിര നിന്നെയും വഹിച്ചുകൊണ്ട് പറക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടത്തെ കുതിരയുടെ പോലെ കിതച്ചോടുകയും കുതിരയുടെ ദേഹത്തിരിക്കുന്നവൻ ഒരു കുലുക്കിപ്പറച്ചിട്ടൊരു ഓട്ടം, ആ അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല. നീ കയറുന്ന കുതിര അങ്ങനെ പറക്കും. നീ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ എല്ലാ വിശാല ലോകങ്ങളിലേക്കും വിശാല ഭാഗങ്ങളിലേക്കും ആ കുതിര അങ്ങ് പറക്കും. അങ്ങനത്തെ കുതിര ഉള്ളത്. അത് ചുവന്ന മാണിക്യത്തിനാൽ നിർമ്മിക്കപ്പെട്ട കുതിരയാണ്, ജീവനുള്ള കുതിര. അപ്പോഴാണ് മറ്റൊരു സഹാബി ചോദിക്കുന്നത്, വഖാല ലഹു റജുലുൻ ഇന്നൽ ഇബ്ല തുഅജിബുനി ഫഹൽ ഫിൽ ജന്നതി മിൻ ഇബ്ൽ. നബിയേ, എനിക്ക് കുതിരയെക്കാളും ഇഷ്ടം ഒട്ടകമാണ്. സ്വർഗത്തിൽ ഒട്ടകമുണ്ടോ നബിയേ? ഇതുപോലത്തെ തന്നെ ഒട്ടകം സ്വർഗത്തിൽ കിട്ടുമോ? അള്ളാഹുവിന്റെ ഹബീബ് നിഷ്കളങ്കരായ സ്വഹാബികളോട് പറയാ. ഏത് സ്വഹാബത്ത്? അവരുടെ മനസ്സിൽ ആഖിറമല്ലാതെ മറ്റൊന്നുമില്ല. ആ സ്വർഗത്തെ കുറിച്ച് അവരുടെ വിചാരപദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. മോനെ, സ്വർഗത്തിൽ യാ അബ്ദല്ലാഹ് ഇൻ ഉദ്ഖിൽതൽ ജന്നത, പൊന്നുമോനെ, നിനക്ക് സ്വർഗപ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലക ഫീഹാ മസ്തഹത് നഫ്സുക വലദത ഐനാക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ കണ്ണിന് ഇഷ്ടമുള്ളത്, നിന്റെ കണ്ണിന് കാണാൻ ആനന്ദമുള്ളതല്ലാത്ത മറ്റൊന്നുമില്ല, നിന്റെ മനസ്സിന് മോഹമുള്ളതല്ലാത്ത ഒന്നും അവിടെയില്ല. എല്ലാം ഉണ്ട് അവിടെ. ഇമാം ഗസ്സാലിയുടെ ഇഹ്യാഇൽ ഹദീസ് നമുക്ക് കാണാം. സ്വർഗം അങ്ങനത്തെ ഒരു ലോകമാണ്. عن نبي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم إن الرجل من أهل الجنة لا يولد له الولد كما يستحي. സ്വർഗത്തിലെത്തിയപ്പോൾ ഈ ഹദീസിന്റെ ഒരു വിശാലമായ ഹദീസ് മറ്റു റിവായത്തുകളിൽ കാണാനുണ്ട്. ഞാൻ ചുരുക്കാണ്, പെട്ടെന്ന് ഇതിന്റെ മുഖവുര എന്ന് പറഞ്ഞു വെക്കണമല്ലോ. സ്വർഗത്തിൽ അള്ളാഹു വീട് കൊടുക്കുന്ന 8 വിഭാഗത്തെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് വരുന്നതിന് മുന്നേ ഇതിന്റെ ഒരു മുഖവുര ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞു വെക്കണം. അള്ളാഹു നമുക്ക് ബർക്കത്ത് തരുമാറാവട്ടെ. സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടം, പഠിച്ചവനെ എനിക്കൊരു കൊച്ചിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു കുട്ടി ജനിച്ചിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ആലോചിക്കും. അങ്ങനെയുണ്ട്. ഭൂമിയിൽ തന്നെ മക്കളോട് വല്ലാത്ത വാത്സല്യമുള്ള ആളുകളുണ്ടല്ലോ. അത് സ്വന്തം മക്കളോട് തന്നെ ആവണമെന്നില്ല. വല്ലാത്ത സ്നേഹം കുട്ടികളോട് തോന്നുന്ന ഒരു പ്രകൃതം മിക്കവാറും എല്ലാവരും അങ്ങനെ ഉണ്ട്. സ്വർഗത്തിലെത്തിയപ്പോൾ ഒരാൾ ആഗ്രഹിച്ചത്, പടച്ചറബേ, എനിക്കവിടെ ഒരു കുട്ടിയെ വേണം, എനിക്കൊരു കുട്ടി വേണമല്ലോ. ഒരാണാണ് ആഗ്രഹിക്കുന്നത്. പെണ്ണിന്റെ സാന്നിധ്യം അല്ലാതെ പോലും ഒരാണിന്റെ മുന്നിൽ ഒരു കുട്ടി ജനിക്കുന്ന സന്ദർഭം വരെ സൃഷ്ടിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സ്വർഗത്തെ കുറിച്ചുള്ള ഒരു വിശാലമായ ഒരു ക്ലാസ്, സ്വർഗത്തെ കുറിച്ച് അതിന്റെ മിക്കവാറും ഖുർആൻ ടച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഒരു നീണ്ട ക്ലാസ്, ഒരു കുറച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ വരുമ്പോൾ നടത്തിയാലോ എന്ന് ഇങ്ങനെ ആഗ്രഹിക്കാണ്. ഇപ്പൊ ആഗ്രഹിച്ചതാണ്, നടന്നോളണമെന്നില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കാണ് സ്വർഗത്തിലെത്തിയപ്പോ, പടച്ചോനെ എനിക്കൊരു കുട്ടി വേണം. റസൂലുള്ള പറയാണ്, ആ സമയത്ത് അയാൾക്ക് കുട്ടിയുണ്ടാകും. യകൂനു ഹംലുഹു വഫിസാലുഹു വശബാബുഹു ഫീ സഅത്തിൻ വാഹിദ. ആ കുട്ടിക്ക് വേണ്ടിയുള്ള ഗർഭവും ആ കുട്ടിയെ പ്രസവിക്കലും കുട്ടിയെ ശുശ്രൂഷിക്കലും പരിപാലിക്കലും പാലൂട്ടലും ആ കുട്ടിയുടെ യൗവനത്തിലേക്കുള്ള കുതിപ്പും എല്ലാം സംഭവിക്കുന്നത് ഒരു 25 വർഷം കൊണ്ടാണ് ഭൂമിയിൽ. അല്ലെ, യൗവനത്തിലേക്ക് അതിന്റെ പൂർണ്ണതയിലേക്കൊക്കെ എത്തുമ്പോൾ ഏകദേശം ഒരു 10-25 വയസ്സാവും. സ്വർഗലോകത്തിൽ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ച മനുഷ്യന്റെ മുന്നിൽ ഒരു കുട്ടി ജനിച്ച് വളർന്ന് യൗവനത്തിലെത്തുന്നതിന് ഒരു നിമിഷം മതി, അല്ലെങ്കിൽ ഒരു മണിക്കൂർ മതി എന്ന് കമാ ഖാല റസൂലുള്ളാഹി ഫീ സഅത്തിൻ വാഹിദ. അതാണ് സ്വർഗം. ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റോ? ഇതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ലോകമാണ്. വീണ്ടും കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇദസ്തഖറഅഹുൽ ജന്നതി ഫിൽ ജന്ന. സ്വർഗവാസി സ്വർഗത്തിൽ താമസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ബന്ധങ്ങളൊക്കെ നമ്മൾ മറന്നുപോവോ? ഇല്ല. നമ്മുടെ ബന്ധം മറന്നുപോവോ? ഇല്ല. അന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മള് അവിടെ ഒരുമിച്ച് നിന്ന് ദീനിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ചതും പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതും അവിടെ വെച്ച് ഓർക്കുവേ. അന്ന് ദിക്ർ ഹൽക്കയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ട് ആമീൻ പറഞ്ഞത് അവിടെ വെച്ച് ഓർക്കും. അന്ന് സ്വലാത്ത് ചൊല്ലിയപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങും ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചതും നമ്മൾ അവിടെ വെച്ച് ഓർക്കും. അന്ന് മജ്ലിസുൻ നൂറിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയതും അവിടെ വെച്ച് കുശലം പറഞ്ഞതും സ്വർഗം കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പരസ്പരം വസിയത്തേൽപ്പിച്ചതും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായ ഒരു സൗഹാർദ്ദം സ്ഥാപിച്ചതുമെല്ലാം ഡേറ്റ് സഹിതം അവിടെ വെച്ചോർക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അന്നൊരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തല്ലോ, ആ നല്ല കാര്യം അയാൾ സ്വീകരിച്ചുവല്ലോ. സ്വീകരിച്ചതിന്റെ പേരിൽ ആ നന്മ ചെയ്തുകൊണ്ടവൻ ജീവിച്ചുവല്ലോ. ആ നന്മയിലായി അവൻ മരിച്ചുവല്ലോ. അപ്പോൾ അവന് സ്വർഗം കിട്ടിയല്ലോ. ഈ നന്മ പറഞ്ഞു കൊടുത്തവനും സ്വർഗത്തിലാണല്ലോ. ഈ രണ്ടുപേരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അന്നവർ ആദ്യം കണ്ടപ്പോൾ നന്മയെ പരസ്പരം കൈമാറിയപ്പോൾ ഏത് ഡേറ്റിൽ എവിടെ വെച്ച് എങ്ങനെ എന്ന് അവർ പരസ്പരം പറയുമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വർഗം, അതാണ് സ്വർഗവാസി, അതാണ് സ്വർഗം. അള്ളാഹു നമ്മെ അതിലേക്ക് ചേർക്കുമാറാവട്ടെ. സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ 3 വട്ടം ചോദിക്കണം. സ്വർഗം ചോദിക്കുമ്പോൾ തുടരെ 3 വട്ടം നിങ്ങൾ ചോദിക്കണം. 4ാമത് സ്വർഗം തന്നെ ദുആ ചെയ്യും, പടച്ച റബ്ബേ 3 വട്ടം എന്നെ ചോദിച്ചവനാണവൻ, 3 വട്ടം എന്നെ ചോദിച്ചവളാണവൾ. ആ 3 വട്ടം ചോദിച്ച ആളെ 4ാമത് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അവരെ എനിക്ക് വേണമല്ലാ. സ്വർഗം അങ്ങനെ ദുആ ചെയ്യുമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ തൊട്ട് കാവല് തേടുമ്പോ 3 വട്ടം കാവല് തേടണം. 4ാം വട്ടം നരകം തന്നെ പറയും, പടച്ചോനെ എന്നെ തൊട്ട് കാവല് തേടിയ അവൻ എനിക്ക് വേണ്ട എന്ന് നരകം പറയും. ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിലെത്തി സ്വർഗവാസി അവിടെ പാർപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഹബീബ് പറയാ, ഇസ്താഖൽ ഇഖ്വാനു ഇലൽ ഇഖ്വാൻ. സഹോദരന്മാർ അവരുടെ കൂട്ടുകാരെ കാണാൻ ആഗ്രഹിക്കും, സഹോദരിമാർ അവരുടെ കൂട്ടുകാരികളെ കാണാൻ ആഗ്രഹിക്കും, കൂടപ്പിറപ്പിനെ കാണാൻ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേക്കും ഫയസീറു സരീറു ഹാദാ ഇലാ സരീരി ഹാദാ. അവനിരിക്കുന്ന ചാരുകട്ടിലുണ്ടല്ലോ, ചാരുകട്ടിലാണ്, പ്രത്യേക കട്ടിലാണ്. ഇങ്ങനെ നമ്മുടെ ദുനിയാവിലെ ചാരുകട്ടിലൊക്കെ ഉണ്ടാവും, അതൊന്ന് ഇങ്ങനെ നാട്ടി വിട്ട ഭിത്തിയെ കൊണ്ടേ തലയിടിക്കും. ആ കട്ടിലല്ല അവിടുത്തെ കട്ടില്. ഹും വഅസ്വാജുഹും ഫീ വിലാലിൻ അലൽ ലറായികി മുത്തകിഊൻ. ചാരുകട്ടിലിൽ ഒറ്റക്കല്ല ഇരിക്ക,
അവരും അവരുടെ ജീവിത പങ്കാളിയും അടുത്തടുത്തിരിക്കും ചാരുകട്ടിലിൽ. ഓ, ആ ഇരിപ്പൊരു വല്ലാത്ത ഇരിപ്പാലേ. ഓ, അവിടെ സ്വസ്ഥത ഇല്ലല്ലേ. എടോ, പെണ്ണ് കൂടെ ഉണ്ടെങ്കിലാ, ജീവിത പങ്കാളി എണ കൂടെ ഉണ്ടെങ്കിലാ പുരുഷന്റെ പൂർണ്ണത വരൂ. പുരുഷൻ കൂടെ ഉണ്ടെങ്കിലാ പെണ്ണിന് പൂർണ്ണത വരൂ. നമ്മൾ രണ്ട് കാലിലെ ചെരുപ്പ് ഒരെണ്ണം മാത്രം ഒരാൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല, അതൊരു പൂർണ്ണതയല്ല. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് മനുഷ്യനാവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലോക. ഞാൻ ആ ഭാഗത്തേക്കാണ് വരുന്നത്. ഒരാൾ ഒറ്റക്ക് പോയിട്ട് താമസിക്കുന്ന ലോകമല്ല സ്വർഗം, വിത്ത് ഫാമിലി. അങ്ങനെയാണ് സ്വർഗം. സ്വർഗം ചോദിക്കണം, ജീവിക്കണം സ്വർഗത്തിൽ, അതും കുടുംബസമേതം. അതിനുള്ള ഒരു പരിശ്രമം. ജീവിക്കണം സ്വർഗത്തിൽ, അതും കുടുംബസമേതം, അതിനുള്ള ഒരു പരിശ്രമം. അള്ളാഹു തൗഫീഖ് ആക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് വല്ലാത്തൊരു വർത്താനം. എങ്ങനെയാലും ഒറ്റക്ക് പോയി സ്വർഗത്തിൽ പോലല്ല, കുടുംബസമേതം. ആ ഭാഗത്തേക്ക് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുന്നവനെ വീട് കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഒരാൾ ഒറ്റക്ക് താമസിക്കാനാണെങ്കിൽ ഒരു വീട് കൊടുക്കണം, ഒരു കൊട്ടാരം കൊടുക്കണം. കുടുംബസമേതം. ഏതായാലും തന്റെ കൂടപ്പിറപ്പുകളെ കാണാൻ കൂടപ്പിറപ്പുകൾ ആഗ്രഹിക്കും. അപ്പോൾ ഇവൻ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ചാരുകട്ടിലാണ്, ഒരു ഊഞ്ഞാൽ കട്ടിലാണ്. ഇവൻ ആഗ്രഹിക്കുമ്പോഴേക്ക് ഈ ഊഞ്ഞാൽ കട്ടിൽ പറക്കും നേരെ എങ്ങോട്ട്. ആഗ്രഹിച്ചതാരെയാണോ അവരുടെ അടുക്കലേക്ക് പറക്കും. അവിടെ ചെല്ലുമ്പോഴും അവരും ഇതുപോലെ ഒരു ചാരുകട്ടിലിൽ, ഒരു ഊഞ്ഞാൽ കട്ടിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. فيلتقيان ويتحدثان ما كان بينهما في دار الدنيا. ഈ രണ്ടുപേരും അങ്ങുമിങ്ങും കണ്ടു കഴിയുമ്പോൾ, പരസ്പരം ചിരിക്കുമ്പോൾ, അവരുടെ കുശലങ്ങൾ വിളമ്പുമ്പോൾ, അവരുടെ വർത്തമാനങ്ങൾ അങ്ങുമിങ്ങും അവർ പറഞ്ഞുകൊണ്ട് സന്തോഷഭരിതരാകുമ്പോൾ, ഫയഖൂലു, ഒരാള് മറ്റേയാളോട് പറയുന്നത് ഇങ്ങനെയായിരിക്കും: യാ അഖീ തദ്കുറു യൗമ കദാ ഫീ മജ്ലിസി കദാ. എടോ, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് നമ്മള് ആ ദിവസം അവിടെ വെച്ച്, ഓർമ്മയുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്ന ഒരാൾ മറ്റാളോട് ചോദിക്കേ, എടാ നിനക്ക് ഓർമ്മയുണ്ടോടാ അന്ന് അവിടെ വെച്ച്, പള്ളിയിൽ വെച്ച്, കല്യാണ വീട്ടിൽ വെച്ച്, ഓർമ്മയില്ലേ നിനക്ക്? ഇങ്ങനെ ഏത് ദിവസം ഏത് സദസ്സിലെന്ന് പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകളെ അയവർക്ക് സംസാരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവരെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും: അള്ളാഹുവോട് നമ്മൾ ഒരുപാട് ദുആ ചെയ്തിട്ടാണല്ലോ, അള്ളാഹു നമുക്ക് മഗ്ഫിറത്തിന്റെ പദവി തന്ന് സ്വർഗത്തിലെത്തിച്ചത്. നമ്മൾ ഒരുപാട് ദ്വാരന്നിട്ടല്ലേ ഇവിടെ എത്തിയത്. ഓ, എന്തോരം കഷ്ടപ്പെട്ടിട്ട് സ്വർഗത്തിലെത്തിയത്. ഇങ്ങനെ അവർ പരസ്പരം ഇന്നലകളെ കുറിച്ച് പറയാതിരിക്കില്ല, പറഞ്ഞു പോകും. അതാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗവാസി എങ്ങനെയാ? ഇങ്ങനെ പൊടിമീശക്കാരനെ പോലെ രോമം കൊണ്ട് വികൃതമാവാത്ത മുഖമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു: ഇന്നഹിലൽ ജന്നതി ജുറുദും മുറുദുൻ ജിആദൻ മുകഹലൂന അബ്നാഉ 33 അലാ ഖൽഖി ആദമ തൂലുഹും 60 ദിറാഅ ഫീ അർളി 7 അദ്റുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇമാം ഗസാലിയുടെ ഇഹ്യായിൽ കാണാം, രോമങ്ങളൊക്കെ കിളിർത്ത് വരുന്ന കൗമാരത്തിന്റെ ചുണ്ടും, കൗമാരത്തിന്റെ ചുരുക്കും, കൗമാരത്തിന്റെ ചർമ്മവും, കൗമാരത്തിന്റെ കാന്തിയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു 33 വയസ്സിലെത്തിയവൻ. 33 വയസ്സാണ്. അവന്റെ ശരീരത്തിനാവട്ടെ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉയരം 60 മുഴമായിരിക്കും. 7 മുഴം വണ്ണവും ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വല്ലാതെ താടിരോമങ്ങളൊന്നും നീണ്ടു നിവർന്നു നിൽക്കുന്നവർ ആരുമില്ല. ഒരു പ്രവാചകൻ ഒഴിച്ച് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. ബാക്കി എല്ലാവരും ഇങ്ങനെ, നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയം വിശാലമായിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ സമയം പരിധി വിട്ടു പോകും. അതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. സ്വർഗത്തിന്റെ അവസ്ഥകളും സ്വർഗത്തിന്റെ ആനന്ദങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. ഇതാണ് സ്വർഗം. ഈ സ്വർഗത്തിലേക്ക് ജീവിക്കണം, സ്വർഗവാസിയായി കുടുംബസമേതം ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കിക്കോ ഖുർആൻ പറയുന്നു എങ്ങനെയാ സ്വർഗത്തിലേക്ക് എത്താം.
സ്വർഗത്തിൽ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രമല്ല, നമ്മൾ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന ഒരു പദവിയിലെത്തിയാൽ, മുത്തഖീങ്ങൾ എന്ന് പറയുന്ന ഒരു പദവി നമുക്ക് കിട്ടിയാൽ, നമ്മെ സപ്പോർട്ട് ചെയ്യാൻ ആ പദവിയിൽ നമ്മൾ എത്തണം. എങ്ങനെ മുത്തഖയാവാ? ഹറാമുകളൊക്കെ അവഗണിച്ച് അള്ളാഹു അനുവദിച്ചത് ഉപയോഗിച്ച് അള്ളാഹു വിരോധിച്ചത് ഉപേക്ഷിച്ച് ഒരു മുത്തഖയായിട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, ആ പദവിയിലെത്തിയാൽ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും സ്വർഗത്തിലേക്ക്. ആര്? മഹാന്മാരായ മലക്കുകളുടെ ദുആ, മുഅ്മിനീങ്ങളുടെ ദുആ. അതും കൂടി കിട്ടിയാൽ നമ്മൾ സ്വർഗത്തിലെത്തും. അല്ലാതെ നമ്മൾ ഒറ്റക്കൊന്നും സ്വർഗത്തിൽ പോകാൻ നോക്കിയാൽ നടക്കൂല. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ഒരു ദുആ പറയാതെ ചൊല്ലാതെ ഒരാളും കിടന്ന് ഉറങ്ങാൻ പാടില്ല. അവൻ മുഅ്മിനല്ല. ഉറങ്ങുന്നതിന് മുന്നേ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും പൊരുത്തപ്പെടിക്കാതെ കിടക്കല്ലേ ആയിഷ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയിൽ നമുക്ക് അംഗത്വം കിട്ടണമെങ്കിൽ നമ്മളൊരു മുഅ്മിനാവണം, മുത്തഖിയാവണം. ആ പദവിയിൽ നമ്മൾ എത്തണം. ആ പദവിയിൽ നമ്മൾ എത്തണം. മുഅ്മിനാവണം, മുത്തഖിയാവണം. ഇനിയോ പിന്നെ കാണാം ഖുർആനിൽ റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗല്ലൻ ലില്ലദീന ആമനൂ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണിത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണിത്. ഇന്നലെ കഴിഞ്ഞ മുഅ്മിനീങ്ങൾക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്നാ ദുആ ചെയ്തത്. അപ്പൊ നമുക്ക് ആ ദുആയൊക്കെ കിട്ടി, മറ്റുള്ള മുത്തഖീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ദുആ കിട്ടിയിട്ട് നമുക്ക് ആ സപ്പോർട്ടും കൂടി ഉണ്ടായാലാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ. ഇന്നലെ നമ്മൾ പറഞ്ഞു അമല് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അമലും നമ്മുടെ അധ്വാനവും ഒക്കെ ഉണ്ടാവണം. നമ്മൾ അങ്ങനെ മുത്തഖി എന്ന പദവിയിലെത്തണം. എന്നിട്ട് മഹാന്മാരായ മലക്കുകളുടെയും സത്യവിശ്വാസികളുടെയും മറ്റു ദുആകളും കൂടി നമ്മൾ അർഹമാക്കണം. അവരുടെ പൊരുത്തവും കൂടി കിട്ടണം. അപ്പൊ സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാവും. അങ്ങനെ നമുക്ക് കുടുംബസമേതം പോകാൻ പറ്റണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ കുടുംബസമേതം പോകണം. ഇനി കേട്ട സൂറത്ത് ഗാഫിറിന്റെ ഒരു 3 ആയത്ത് ഞാൻ ഓതാം. ഇവിടെ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്ന ഒരു ഭാഗമാണ്. സൂറത്ത് ഗാഫിറിന്റെ 3 ആയത്തുകൾ നോക്കിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. അല്ലാഹുവേ, നിന്റെ മലക്കുകളുടെ ദുആയാണിത്. ഖുർആൻ പറയുന്നു الذين يحملون العرش ومن حوله. അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ, ആ മലക്കുകളുടെ ചുറ്റിലുമുള്ള മറ്റ് പരിസരങ്ങളിലെ മലക്കുകൾ എല്ലാവരും റബ്ബിനെ പ്രകീർത്തിക്കുന്നു. റബ്ബിനോട് അവർ പൊറുക്കൽ തേടുകയാ. ആർക്ക് വേണ്ടി? ലില്ലദീന ആമനു, ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ അർശിനെ ചുമക്കുന്ന മലക്കുകളും മഹാന്മാരായ മറ്റു മലക്കുകളും ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആ ദുആയിലൊക്കെ ഒരു അംഗത്വം നമുക്ക് നൽകട്ടെ. ആ ദുആകളിലൊക്കെ ഒരു അംഗമാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ അവർ പിന്നെയും ദുആ ചെയ്യുകയാണ്.
റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹും അദാബൽ ജഹീം. പടച്ചറബ്ബേ, നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്ക്, തൗബ ചെയ്യുന്ന മഹത്തുക്കളായ മനുഷ്യർക്ക് നരകത്തെ തൊട്ട് നീ കാവല് നൽകണേ അല്ലാഹ്. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും. പടച്ചറബ്ബേ, സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നീ കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുള്ള, അവരോട് നീ വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ നീ അവർക്ക് നൽകണം. അവർക്ക് ഒറ്റയ്ക്ക് നൽകാൻ പറ്റൂല. വമാ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അവർക്ക് മാത്രം നൽകിയാ പോരാ, അവരുടെ വാപ്പാക്കും ഉമ്മാക്കും അവരോടൊപ്പം കൊടുക്കണം. വാപ്പായും ഉമ്മായും മാത്രം പോരാ, വഅസ്വാജിഹിം, അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ടാവണം. അത് മാത്രമല്ല, മക്കളുണ്ടാവണം, മക്കളുടെ മക്കളുണ്ടാവണം. വദുർരിയാതിഹിം, എല്ലാവർക്കും കൂടി കുടുംബസമേതമാണ് സ്വർഗം കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതെന്ന് ഖുർആൻ. അപ്പൊ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇത്രയും ആളുകൾക്കൊക്കെ താമസിക്കാൻ വീട് വേണ്ടേ? അല്ലാഹു വീട് തരട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ എങ്ങനെ? ഇന്ന സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. അവരും അവരുടെ ഇണകളും ഊഞ്ഞാൽ കട്ടിലിൽ ചാരിക്കിടന്നുകൊണ്ട് സ്വർഗത്തിന്റെ തണലിൽ ഇങ്ങനെ, സ്വർഗത്തിൽ വെയിലില്ല, തണൽ സംവിധാനത്തിൽ എങ്ങനെയോ സങ്കല്പിക്കാൻ പറ്റുന്നത് അതാണ് സ്വർഗം. വെയിലില്ല, സൂര്യ വെളിച്ചമൊന്നുമില്ല അവിടെ, എന്നാ നല്ല വെളിച്ചമുണ്ട്. എന്നാ വെയിലല്ല, എന്നാ നല്ല തണലാണ്. എന്താണ് പറയാതെ? അത്രത്തോളം വലിയൊരു സങ്കല്പമാണ് സ്വർഗം. അവരും അവരുടെ ഇണകളും ഇങ്ങനെ ഊഞ്ഞാൽ കട്ടിലിൽ അവരിങ്ങനെ സന്തോഷിച്ച് ആടുന്ന ഒരു നേരം അവരെ ആനന്ദിക്കുകയാണ്. ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഓരോരുത്തർക്കും ഓരോ സുഖങ്ങളാണ് സ്വർഗ്ഗത്തിൽ. ആ സമയം ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ആഗ്രഹിക്കുന്ന പഴങ്ങളൊക്കെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാതോർത്ത് നിൽക്കും റബ്ബിന്റെ ഒരു സലാം കിട്ടാൻ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അല്ലാഹുവേ, ഈ ഭാഗ്യത്തിലേക്ക് ചേർക്കണേ അല്ലാഹ്. എന്തോ ഒരു ഭാഗ്യം! രോഗമില്ലാത്ത ലോകം, അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസ്വാജു മൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ, ഹൂറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, മോഹിച്ചതെത്തുന്നുണ്ട് ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട, കാലപ്പഴക്കം കൊണ്ട് നീ നരയ്ക്കണ്ട, 33-ലൊരിക്കലും കവിയണ്ട. കുടുംബസമേതമാണ് സ്വർഗത്തിലേക്ക് പോവാ. അങ്ങനെ പോവാനാ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അങ്ങനെ പോവാനാണ് നമ്മൾ മോഹിക്കേണ്ടത്, അങ്ങനെ പോകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? നരകത്തെ തൊട്ടുള്ള കാവല് പോലും എന്നെയും എന്റെ കുടുംബത്തെയും അൻഫുസകും വഅഹ്ലീകും നാറാ,
നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നരകത്തിൽ നിന്നും നിങ്ങൾ മോചിപ്പിച്ചെടുക്കണം, സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. നരകത്തിൽ നിന്നുള്ള മോചനം കുടുംബത്തോടൊപ്പം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കുടുംബത്തോടൊപ്പം. തന്റെ ഭാര്യയോടുകൂടെ, ഭർത്താവിന്റെ കൂടെ ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ പോലും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദുനിയാവിലുണ്ടായിരുന്ന ഭർത്താവാരോ അല്ലെങ്കിൽ ഭാര്യയാരോ അവരെ ഖൈറായ നിലയിൽ അവിടെ കൊടുക്കണമെന്നാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, ജോഡിയില്ലാതെ സ്വർഗത്തിൽ ഒരു ജീവിതമില്ല. ജോഡിയില്ലാതെ സ്വർഗത്തിൽ ഒരു ജീവിതമില്ല. സ്വർഗത്തിന്റെ കഥ നമ്മൾ കേട്ടതെപ്പോഴാ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ചപ്പോഴല്ലേ? ആദം അലൈഹിസ്സലാം തനിച്ചായിരുന്നല്ലോ സ്വർഗത്തിലുണ്ടായത്. സയ്യിദത്തുനാ വ ഉമ്മുനാ ഹവ്വാ റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നല്ലോ, സ്വർഗത്തിലായിരുന്നല്ലോ. ഇരുവരുടെയും ജനനം, രണ്ടുപേരുടെയും പിറവി സ്വർഗത്തിലായിരുന്നല്ലോ. ചില റിവായത്തിൽ കാണാം, ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്ക് ആദ്യത്തെ പ്രസവത്തിൽ 2 കുട്ടികളെ ഇരട്ട പ്രസവിച്ചത് സ്വർഗത്തിൽ വെച്ചാണെന്ന് പോലും പറയുന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിന്റെ കുട്ടിയായ കാബീലിന് ഭൂമിയിൽ വന്നപ്പോഴുണ്ടായ ഹാബീലിനോട് അസൂയ തോന്നിയെന്നാണ് അങ്ങനെയുള്ളത്. അങ്ങനെയുണ്ട് ചരിത്രത്തിൽ. ഏതായാലും അവിടെ ഇരുവരെയും അല്ലാഹു തആല ഇണകളായി തന്നെയാണ് സ്വർഗലോകത്തിലും 2 പേരെയും അല്ലാഹു വെച്ചത്. ഹബീബ് പഠിപ്പിക്കായി ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം, വമാ ഫിൽ ജന്നത്തി അസബ്, കൂടെ ഒരു ഇണയില്ലാത്ത ഒരുത്തനും ഒരുത്തിയും സ്വർഗത്തിലില്ല. ജീവിത പങ്കാളി എന്ന സംവിധാനമില്ലാതെ ഒരു സ്വർഗ ജീവിതവുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകണം, ജീവിക്കണം സ്വർഗത്തിൽ കുടുംബസമേതം. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുടുംബത്തെ നന്മയിലേക്ക് കൊണ്ടുവരണം, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം, കുടുംബത്തിന്റെ ഇടയിലുള്ള ബന്ധങ്ങളെ നമ്മൾ സമന്വയിപ്പിക്കണം, സംയോജിപ്പിക്കണം. അതിനുവേണ്ടി പലതും വിട്ടുവീഴ്ച ചെയ്യണം. കുടുംബത്തെ സ്നേഹിക്കണം, കുടുംബത്തെ ബഹുമാനിക്കണം, ഫാമിലിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം, കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കണം, കുടുംബക്കാരനോടുള്ള ബന്ധങ്ങൾ നിലനിർത്തണം. ഇങ്ങനെ ഒരു കുടുംബമായി തന്നെ അവിടെ എത്തണം. അങ്ങനെയാണ് കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ ഇല്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബസമേതം നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.